2026 സെപ്റ്റംബർ മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും സ്ഥാനമാനങ്ങൾ നഷ്ടമാകുമോ എന്ന ഭയം മാറിക്കിട്ടുന്നു. അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. അപകടമോ മറ്റു രീതിയിലെ ശരീരത്തിനുണ്ടായ ക്ഷതങ്ങളോ നിമിത്തം ഉണ്ടായ വേദനകളും വിഷമങ്ങളും മാറിക്കിട്ടുന്നു. തൊഴിൽ മേഖലയിലെ വീഴ്ചകൾ കണ്ടെത്തി അവിടെ നിങ്ങളുടെ കുറ്റം കൊണ്ടാണോ അതോ മറ്റുള്ളവരുടെയെങ്കിലും കുറ്റം കൊണ്ടാണോ അവിടെ വീഴ്ചകൾ ഉണ്ടായെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ച് അത് പരിഹാരം കണ്ടെത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. ഒരുവിധപ്പെട്ട രോഗങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നതിന് സാധിക്കുന്നു. തക്കതായിട്ടുള്ള ചികിത്സ ലഭിക്കുന്നതിനാൽ അതെല്ലാം മോചനം ലഭിക്കുന്നു. നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ പണി വേഗം പൂർത്തീകരിച്ച് അവിടെ പാലുകാച്ചി താമസിക്കാൻ സാധിക്കുന്നു. അതുപോലെ മുൻകാലങ്ങളിൽ നടത്തിയിരുന്ന നിക്ഷേപങ്ങളിൽ നിന്ന് നല്ല രീതിയിലുള്ള ആദായം ലഭിക്കുന്ന ഒരു സമയമാണിത്. ശത്രുശല്യം ഒരു പരിധിവരെ കുറയാൻ ഉള്ളൊരു മാസമാണ്, കുറയുന്നു. വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇണയെ കണ്ടെത്തുവാനും വിവാഹ നിശ്ചയമോ വിവാഹവും നടത്തുവാനും അവർക്ക് ഭാഗ്യം ലഭിക്കുന്നു. കോൺട്രാക്ടർമാർക്ക് ലഭിക്കേണ്ടിയിരുന്ന പല രീതിയിലുള്ള കുടിശ്ശികകൾ, അതായത് ബില്ലുകൾ പാസ്സാകാനുണ്ടെങ്കിൽ അതെല്ലാം ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ മാസം നടക്കുന്നതാണ്, സെപ്റ്റംബറിൽ നടക്കുന്നതാണ്. അതുപോലെ ചില ദമ്പതിമാർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. അതുപോലെ കാര്യസാധ്യത്തിനായിട്ടുള്ള വലിയ ഒരു അലച്ചിലൊക്കെ ഒഴിവാക്കിപ്പെടുന്നു. നല്ല സമ്പാദ്യ പദ്ധതികളിൽ നിക്ഷേപിക്കുന്നതിനുള്ള ഒരു യോഗവും കാണുന്നുണ്ട്. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിനും ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. ദുർജന സംസർഗം മൂലം ചില ദോഷങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ അങ്ങനെയുള്ളവരുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കുന്നത് നല്ലതായിരിക്കും. പ്രമേഹം, ഹൃദയരോഗമുള്ളവർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സെപ്റ്റംബർ മാസത്തില് മനസ്സിന് ചില പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. 7 വയസ്സ് വരെയുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് അവർക്ക് ഒരുവിധം ഒരു ആരോഗ്യ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം എങ്കിലും വലിയ കുഴപ്പങ്ങളൊന്നും ആയിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടാകാം. അതുപോലെ ഇതിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു സർക്കാർ ജോലി കിട്ടുന്നതിനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട്. അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കുടുംബത്തിലുള്ള നിങ്ങളുടെ രക്തബന്ധുക്കൾക്ക് ഒരു ജോലി കിട്ടുന്നതിനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട്. അതുപോലെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിന് തടസ്സങ്ങളൊന്നും കാണുന്നില്ല. ഭക്ഷ്യവിഷബാധ ഏൽക്കാണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. കുടുംബത്തിൽ പുതിയ വാഹനവും വീടും ലഭിക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ബന്ധുക്കളുമായുള്ള സഹകരണം ദൃഢപ്പെട്ടു വരുന്നതായിട്ടും അവർ സഹകരിക്കുന്നതായിട്ടുമാണ് കാണുന്നത്. 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് ചിലർക്ക് ഒരു ചെറിയ സർജറി വേണ്ടി വന്നേക്കാം. പിന്നെ ആസ്മ, ശ്വാസം മുട്ടൽ, അലർജി, കഫം എന്നിവയുടെ ഉപദ്രവങ്ങൾ വരുന്നതിന് ചില രോഹിണി നക്ഷത്രക്കാർക്ക് സാധ്യത കാണുന്നുണ്ട്. അഗ്നിയിൽ നിന്ന് ഉപദ്രവം വരാം എന്നുള്ളതിനാൽ വളരെ സൂക്ഷിക്കുക ഈ സമയത്ത്. ചില രോഹിണി നക്ഷത്രക്കാർ അച്ഛനമ്മമാർ സഹിതം വിദേശത്തേക്കോ അല്ലെങ്കിൽ വിദൂര സംസ്ഥാനത്തേക്കോ പോയി താമസിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. മുതിർന്നവരുമായി ഒരല്പം ബുദ്ധിമുട്ടി ആണെങ്കിലും വീട്ടിലുള്ളവരും കുട്ടികളൊക്കെ അവരോടൊരു ഐക്യതയിൽ പോകുന്നത് വളരെ നല്ലതായിരിക്കും ഈ സമയത്ത്. 14 വയസ്സ് മുതൽ 32 വയസ്സ് വരെയുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് ബന്ധുക്കൾക്കും തനിക്കും ചില ആപത്തുകൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് ചെറിയ ഒരു വലിയ ആപത്തുകളൊന്നുമല്ല, ദൂരയാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരാം. ചിലർക്ക് ത്വക്ക് രോഗങ്ങൾ വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. നേർവഴിക്ക് ചിന്തിക്കാതെ ബുദ്ധിമോശം കാണിക്കാൻ ഒരു സാധ്യത ഉള്ളതിനാൽ വളരെ ആലോചിച്ച് വേണം ഓരോ കാര്യങ്ങൾ ഈ വീട്ടുകാരും കുട്ടിയും തീരുമാനിക്കാൻ. വിദ്യാഭ്യാസം തുടർന്നു പോകുന്നതായിട്ട് കാണുന്നു. ചിലർക്ക് ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള യോഗം കാണുന്നുണ്ട്. നല്ല നല്ല വിദ്യാഭ്യാസം നേടിയവർക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മികച്ച തൊഴിൽ ലഭിക്കുന്നതിനും ഉള്ള ഭാഗ്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിവാഹം നടക്കുന്നതിനുള്ള യോഗമുണ്ട്. സന്താന ഭാഗ്യത്തിനും യോഗം കാണുന്നു. ചിലർക്ക് ശത്രുശല്യം വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. എന്നതിനാൽ ഇത് തൊഴിൽശാലയിലാണ് കൂടുതലും ശത്രുശല്യം വരുന്നത്. അതുകൊണ്ട് അത് വളരെയധികം നിങ്ങളുടെ ജോലി കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. പരിശ്രമത്തിലൂടെ ധനസമ്പാദനം നല്ല രീതിയിൽ നേടാൻ പറ്റിയ ഒരു സമയം കൂടിയാണിത്. ചിലർക്ക് ശരീരത്തിൽ ബലക്കുറവുകൾ ഉണ്ടാകാം. കൂടുതലും ധാതുക്ഷയം, അതായത് മിനറൽസിന്റെ കുറവ് മൂലമുള്ള ഒരു കുഴപ്പമായിരിക്കും ഉണ്ടാകാൻ സാധ്യത. അത് പരിശോധിച്ചാലൊക്കെ മനസ്സിലാവും. 32 വയസ്സ് മുതൽ 48 വയസ്സ് വരെയുള്ള രോഹിണി നക്ഷത്രക്കാർക്ക്
ഇത്രയും കാലം അനുഭവിച്ച ദുരിതങ്ങൾക്ക് ഒരു പരിഹാരമായിട്ട് ധാരാളം ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാം, സർക്കാരിൽ നിന്നും പല ആനുകൂല്യങ്ങളും പ്രതീക്ഷിക്കാം, തൊഴിലിലെ ഉയർച്ചയും പുരോഗതിയും ഉണ്ടാകാം, വീടും വാഹനവും സ്വന്തമാക്കുന്നതിനുള്ള യോഗം ഈ സമയം കാണുന്നുണ്ട്. ചിലർ അതായത് വിദേശവാസം കാണുന്നുണ്ട്. ശത്രുക്കളെ കൊണ്ട് ശല്യം വരാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക, നല്ലതായിരിക്കും. സന്താന ഭാഗ്യവും ഉണ്ടാകുന്നു. അതുപോലെ അന്യ ആൾക്കാരിൽ നിന്ന് പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് നേട്ടങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ നിങ്ങളെ കൊണ്ട് നാട്ടുകാർക്ക് വളരെയധികം ഗുണങ്ങൾ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എന്നാൽ നാട്ടുകാരെ കൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഗുണവും ലഭിക്കാത്തതായും കാണുന്നുണ്ട്. അതുപോലെ പല രീതിയിൽ നിങ്ങളെ ചൂഷണം ചെയ്ത് ധനപരമായും അല്ലാതെയും നിങ്ങളുടെ ആരോഗ്യത്തെയും നിങ്ങളുടെ സാന്നിധ്യത്തെയും ഒക്കെ ചൂഷണം ചെയ്ത് മുതലെടുക്കാൻ വേണ്ടിയും ചില ആൾക്കാർ നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട്. 48 വയസ്സ് മുതൽ 67 വയസ്സ് വരെയുള്ള കാലഘട്ടത്ത് രോഹിണി നക്ഷത്രക്കാർക്ക് വാദം പോലുള്ള ചില അസുഖങ്ങൾ വരാം. അതായത് ഹാർട്ടിന് ചില പ്രശ്നങ്ങൾ വരാം. വാതരോഗം രണ്ട് രീതിയിലും വ്യാഖ്യാനിക്കാം. അത് വാദം എന്ന് പറയുമ്പോൾ ഹൃദയത്തിനും ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സ്വഭവനത്തിൽ നിന്നും മാറി താമസിക്കുന്നതിന് ഒരു യോഗമുണ്ട്. ചിലർക്ക് അംഗീകാരങ്ങളും നേതൃത്വ സ്ഥാനത്തേക്ക് വരുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ഉദ്യോഗസ്ഥർക്ക് അധ്വാന ഭാരം കൂടിയിരിക്കാം. ധാരാളം സമ്പത്ത് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പ്രമേഹമുള്ളവർ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ കാലഘട്ടത്ത്. സ്വന്തം നിലയ്ക്ക് ചേരാത്തവരുമായി ഒരിക്കലും ഒത്തുപോകാൻ ശ്രമിക്കരുത്. അത് നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം അപകടമുണ്ടാകും. 67 വയസ്സ് മുതൽ 84 വയസ്സ് വരെയുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും അവരുമായി സുഹൃത്ത് ബന്ധം പുനഃസ്ഥാപിക്കാനും സാധിക്കുന്നു. ഗവേഷണ രംഗത്തുള്ള രോഹിണി നക്ഷത്രക്കാർക്കാണെങ്കിൽ വളരെയധികം നേട്ടങ്ങൾ അവർക്ക് ഉണ്ടാകുന്നതാണ്. അംഗീകാരങ്ങൾ ലഭിക്കുന്നു. ധനലാഭം പല രീതിയിലും അവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ നല്ല നല്ല നിക്ഷേപ പദ്ധതികളിൽ നിക്ഷേപിച്ചിരിക്കുന്നതിനാൽ നിക്ഷേപ സമൃദ്ധിയും അവർക്ക് ലഭിക്കും. ധാരാളം ആദായം അതിൽ നിന്ന് ലഭിക്കുന്നു. ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആത്മീയതയിലേക്ക് അവർക്ക് തിരിയുന്നതിനും അത് നിമിത്തം പല ഗുണങ്ങളും അവർക്ക് ലഭിക്കുന്നു. കഫം, പിത്തം എന്നിവയുടെ ഏറ്റക്കുറച്ചിലുകൾ ശരീരത്തിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു, ഉപദ്രവങ്ങൾ ഉണ്ടാക്കാം. എങ്കിലും തക്ക ചികിത്സ ലഭിക്കുന്നതിനാൽ അതൊന്നും വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. ഇവിടെയും വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ടുള്ള ആദരവും ബഹുമതിയും അവർക്ക് ലഭിക്കുന്നതാണ്. ഏത് രംഗത്തായിരുന്നാലും ഇവരെ കൊണ്ട് ഉത്സാഹപൂർണമായ ഒരു കാഴ്ചവയ്പ്, അതായത് ഉത്സാഹപൂർണമായ ഒരു പ്രവർത്തനം അവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നു. അവരെ ഏൽപ്പിക്കുന്ന ജോലികൾ കൃത്യമായി തന്നെ അവർക്കത് ചെയ്തു തീർക്കാനും ഉള്ള ഒരു കഴിവ് അവർക്കുണ്ട്. അതുപോലെ സെപ്റ്റംബർ മാസത്തിലെ സൂര്യനും ബുധനും കേതുവും കൂടി ഒരു രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ സൂര്യ ബുധ കേതു യോഗം, ഈ യോഗത്തിനെ ത്രിഗ്രഹ യോഗം എന്നാണ് പറയുന്നത്. 3 ഗ്രഹങ്ങളുടെ യോഗം ഉള്ളതിനാൽ കരിയർ, ബിസിനസ്സിലെ പുതിയ തീരുമാനമെടുക്കുമ്പോൾ, എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ നിലവിലുള്ള സംരംഭം വികസിപ്പിക്കാൻ പോകുമ്പോഴോ ആദ്യമൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ ലൈസൻസ് കിട്ടുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പല രീതിയിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകാമെങ്കിൽ തന്നെയും നിങ്ങൾ പിന്നോട്ട് മാറരുത്. തീർച്ചയായും അത് നല്ല രീതിയിൽ അധ്വാനിച്ചു കഴിഞ്ഞാൽ, ശ്രമിച്ചു കഴിഞ്ഞാൽ അതെല്ലാം പരിഹരിച്ച ശേഷം ഉന്നത വിജയം നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നു. അതുപോലെ വാദം, പിത്തം, കഫം മുതലായവയുടെ സന്തുലിതാവസ്ഥയ്ക്കുണ്ടായ വ്യത്യാസം മൂലം ചില അസുഖങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. മാനസികമായി സംഘർഷം ഉണ്ടാകാൻ, ഡിപ്രഷനൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. നാഡീവ്യൂഹവുമായി ബന്ധമുള്ള ചെറിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാം. ഓർമ്മക്കുറവ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിന് ഒരു സാധ്യതയുണ്ട്. എന്തെങ്കിലും എവിടെയെങ്കിലും വച്ചു കഴിഞ്ഞാൽ എവിടെ വച്ചു എന്നുള്ളതിനെ പറ്റിയൊന്നും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അത് ഓർമ്മയുണ്ടാവില്ല. ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിയാൽ അത് ഓർമ്മയുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സൂര്യൻ സ്വന്തം രാശിയായ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുമ്പോൾ പ്രതാപവും ആത്മവിശ്വാസവും കൂടുകയും അത് നല്ല രീതിയിൽ പോവുകയും ചെയ്യുന്നു. എന്നാൽ കേതുവിന്റെ സ്വാധീനം ചിന്തകളെയും ഈഗോകളെയും ഉൾവലിയിക്കാനായിട്ട് കാരണമാകുന്നു. സൂര്യൻ സ്വക്ഷേത്രത്തിൽ ബലത്തിൽ നിൽക്കുമ്പോൾ സമൂഹത്തിൽ അംഗീകാരവും അധികാരങ്ങളും നേതൃത്വ സ്ഥാനവും ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. സൂര്യനും കേതുവും കൂടി ചേരുകയാൽ ലൗകിക സുഖങ്ങളിൽ പിന്മാറ്റം ഉണ്ടാകുന്നു. കൂടുതൽ സമയവും ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനും അതുവേണ്ടി പ്രവർത്തിക്കുന്നതിനും ഒരു ഉത്സാഹം ഉണ്ടാകുന്നതായിട്ട് കാണപ്പെടുന്നു. ബുധൻ കേതുവിനോട് ചേരുമ്പോൾ വിശകലന ശേഷി കൂടുന്നു. ചില സമയം ആശയവിനിമയങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാകാം. ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നതിന് ഒരു സാധ്യതയുണ്ട്. ഇതുമൂലം ചില ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകളും വരുന്നതിന് സാധ്യതയുണ്ട്. ഞാനിവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായിട്ടാണ് വരുന്നത്.
നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.